നമ്മുടെ വീട്ടിൽ നട്ട് വളർത്തുന്ന മുളകൊക്കെ ഉണ്ടല്ലോ, മുളക് അതേപോലെ മറ്റ് പച്ചക്കറികളൊക്കെ ഇതേപോലെ കൊലകുത്തി ഉണ്ടാവാനായിട്ട് നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കുന്ന നല്ലൊരു വളത്തെ പരിചയപ്പെടുത്താനാണ് കേട്ടോ. ഇത് ഇതുപോലെയുള്ള ഈ കൃഷികൾക്കൊക്കെ ഞാൻ ചേർത്ത് കൊടുത്തേക്കുന്നത് ഈ വളം മാത്രമാണ്. ഇത് കണ്ടോ, ഇതാണ് കേട്ടോ ആ വളം. നമ്മുടെ വീട്ടിലെ പച്ചക്കറി വേസ്റ്റ് കൊണ്ട് നമ്മൾ ഉണ്ടാക്കിയെടുത്തേക്കുന്ന കമ്പോസ്റ്റ് വളമാണ്. ഇത് നമുക്ക് കടകളിൽ നിന്നൊക്കെ വാങ്ങിക്കാൻ കിട്ടും. പക്ഷേ നമ്മളിത് നമ്മുടെ വീട്ടിൽ വെറുതെ കളയുന്ന പച്ചക്കറി വേസ്റ്റ്, നമ്മുടെ അടുക്കളയിൽ ഓരോ ദിവസവും ഉണ്ടാകുന്ന പച്ചക്കറി വേസ്റ്റ് കൊണ്ട് ഉണ്ടാക്കിയെടുത്തേക്കുന്ന വളമാണ്. വെറും 40 അല്ലെങ്കിൽ 45 ദിവസം കൊണ്ട് നമ്മുടെ ഈ പച്ചക്കറി വേസ്റ്റ് ഇതേ രൂപത്തിൽ നല്ല വളമായിട്ട് മാറുകയും ചെയ്യും. നമുക്കൊരു രൂപ പോലും പുറത്തുനിന്ന് വളം കാശ് കൊടുത്ത് വാങ്ങിക്കേണ്ട ആവശ്യമില്ല കേട്ടോ. ഇങ്ങനെ നമ്മൾ ഉണ്ടാക്കിയെടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു 4 പെയിൻറ്റ് ബക്കറ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഓരോ ബക്കറ്റ് നിറയുമ്പോൾ അടുത്ത ബക്കറ്റിലോട്ട് മാറ്റി കൊടുത്ത് അങ്ങനെ ഓരോ ബക്കറ്റ് ആവും തോറും ആദ്യത്തെ ബക്കറ്റിൽ കമ്പോസ്റ്റ് ആയിട്ടുണ്ടാവും. അപ്പോൾ ഇതേപോലെ 40 നമ്മൾ കമ്പോസ്റ്റ് ഇട്ട് നിറഞ്ഞ് അടച്ചു വെച്ചതിന് ശേഷം ഒരു 40-45 ദിവസം കഴിയുമ്പോൾ നമ്മുടെ അടുക്കള വേസ്റ്റ് എല്ലാം ഇതേ രൂപത്തിലായിട്ട് മാറിയിട്ടുണ്ടാവും. ഒന്നുകിൽ ഇനോക്കുലം ചേർത്ത് ചകിരിച്ചോറ് ഉപയോഗിക്കുക, അല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ സാധാ ചകിരിച്ചോറോ മണ്ണോ നമ്മൾ ഓരോ ലെയർ അടുക്കള വേസ്റ്റ് ഇട്ടതിന് ശേഷം ഇട്ട് കൊടുത്താലും മതി. ഇനോക്കുലം ചേർത്ത ചകിരിച്ചോറ് ഇട്ട് കൊടുത്താൽ 40 ദിവസം കൊണ്ടാവുന്നത് നമ്മൾ സാധാ ചകിരിച്ചോറോ മണ്ണോ ഇട്ട് കൊടുത്താൽ 60 ദിവസം ആവുന്നു മാത്രം. അത്രയും താമസം എടുക്കും, അങ്ങനെ ആവും, അത്രയും പ്രശ്നമേ ഉള്ളൂ. അല്ലാതെ ഇനോക്കുലം ചേർത്ത ചകിരിച്ചോറ് തന്നെ വേണമെന്നൊന്നുമില്ല. നമ്മൾ മണ്ണോ സാധാ ചകിരിച്ചോറോ ഇട്ട് കൊടുത്താലും ഇതേപോലെ ആയി കിട്ടും. പക്ഷേ ദിവസം കൂടുതലെടുക്കും. അപ്പോൾ എല്ലാവരും ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ.